ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി എൻ സ്റ്റൈൽ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. ഇതിനായിട്ട് നൈറ്റി ബിറ്റ് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കിയെടുക്കുക. നമ്മൾ ചുരിദാറിനൊക്കെ ഫോൾഡ് ചെയ്തിടുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ആദ്യം സെൻറ്റർ മടക്കിയിട്ട് ഇതുപോലെ നാലാക്കി മടക്കിയെടുക്കാം. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ വേണം മടക്കിയിടാനായിട്ട്. അപ്പോൾ ഒരു 36-38 ചെസ്റ്റുകാർക്കൊക്കെ ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ വിരിവൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 7.5 ഇഞ്ച് വരെ ഈ ഒരു ചെസ്റ്റുകാർക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ 2.25 ഇഞ്ച് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ട് ഒരു 6 ഇഞ്ച് നെക്ക് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ആദ്യം അടയാളപ്പെടുത്താം. എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. അപ്പോൾ എൻ സ്റ്റൈൽ നൈറ്റിക്ക് എപ്പോഴും റൗണ്ട് നെക്ക് തന്നെ ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി ഭംഗി. അപ്പോൾ ബാക്ക് നെക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അതേ ലെങ്ത്തിൽ എടുക്കുന്ന ബാക്ക് നെക്ക് ഇറങ്ങി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ബാക്ക് നെക്ക് ഇത്തിരി കയറി നിൽക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ നെക്ക് മാർക്ക് ചെയ്തതിന് ഇപ്പുറത്തോട്ട് ഒരു 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് അറ്റം വരെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗം വരെ നമ്മളൊരു ആ നെക്ക് ലൈൻ കൊടുത്ത ആ ഒരു ഭാഗത്ത് നിന്ന് 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ റൗണ്ട് ചെയ്ത് ആദ്യം നമ്മളൊന്ന് വരച്ചിടാം. ആ നെക്ക് ലൈനിൽ കൂടി വേണം റൗണ്ട് ചെയ്ത് വരയ്ക്കാനായിട്ട്. അതായത് ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു ലൈനിൽ കൂടി ഇപ്പുറത്തോട്ട് 4 ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്യാം. ഇനി സ്ലീവ് നമ്മൾ ഈ എൻഡ് പോർഷനിൽ നിന്ന് വേണം പിടിക്കാനായിട്ട്. അപ്പോൾ ഒരു 7.5 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ഈ ഒരു എൻ സ്റ്റൈൽ നൈറ്റിക്ക് സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് തുണി നമുക്ക് അവിടെ വേണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 7.5 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് താഴത്തോട്ട് നമ്മളൊരു 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷോൾഡർ നമ്മൾ 7 ഇഞ്ച് കൊടുത്തതുകൊണ്ട് 7.5 ഇഞ്ചൊക്കെ കൊടുക്കാം. ഇനി ഇപ്പുറത്തോട്ട് ഒരു 4 ഇഞ്ചിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. 4 എന്നുള്ളത് ഒരു 4.5 എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ താഴത്തോട്ട് ഒരു 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4.5 ഇഞ്ച് കൊടുക്കും തോറും നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ റൗണ്ട് കൂടുതലുള്ളവർക്ക് 4.5, 4.25 അങ്ങനെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുക്കണം. ഞാനിത് ചെറിയ സൈസ് ആയതുകൊണ്ട് ഞാൻ 4 ഇഞ്ചും താഴത്തോട്ട് 9.5 ഇഞ്ചുമാണ് കൊടുത്തത്. അതുപോലെ സ്ലീവ് റൗണ്ട് നമ്മളവിടെ മാർക്ക് ചെയ്ത് ഒരു 6.5 ഇഞ്ചാണ് വേണ്ടതെങ്കിൽ ഒരു 7.5 ഇഞ്ചിൽ നമ്മൾ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അവിടേക്കും ഒരു ക്രോസ് ആക്കി വരയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഇപ്പുറത്തോട്ട് 4 എന്നുള്ളത് 4.5, 4.25 അങ്ങനെ മാർക്ക് ചെയ്യുക. അടിയിലോട്ട് അതുപോലെ ഒരു 10.5 വരെയൊക്കെ മാർക്ക് ചെയ്യാം, 10 വരെയൊക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്നൊന്ന് ചെരിച്ച് ആ ഒരു ഷേപ്പിൽ നമ്മൾ താഴത്തോട്ട് വരച്ചെടുക്കുകയാണ്. ഈ ഒരു നൈറ്റിക്ക് നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് സെൻറ്ററിൽ അത്യാവശ്യം പ്ലീറ്റ്സും ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ഷേപ്പ് തന്നെ കിട്ടും. ഇനി നമ്മൾ ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് കറക്റ്റ് ആ ഒരു യോക്ക് പോർഷൻ അല്ലാതെ നമുക്ക് താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ആ സ്ലീവിൻ്റെ ആ ഒരു മാർക്കിംഗ് കൊടുത്ത ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് താഴെ ഭാഗത്തെ അളവ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഷോൾഡർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ആ ഒരു ലൈനിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ യോക്ക് കട്ട് ചെയ്യണ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ഈ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വരച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സാധാരണ പ്ലീറ്റഡ് നൈറ്റിയിലൊക്കെ ഒരുപാട് നമുക്ക് ലൂസ് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലീവ് ലെങ്ത്ത് കൂട്ടണമെങ്കിൽ നമുക്ക് സ്ലീവ് ഇതിന് കുറച്ചേ കിട്ടുള്ളൂ. മാക്സിമം ഒരു 6 ഇഞ്ച് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ സ്ലീവ് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു സൈഡിൽ നിന്നുള്ള ആ തുണിയിൽ നിന്ന് നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ലെങ്ത്ത്. അപ്പോൾ കണ്ടോ, ഇതേമാതിരിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഞാനൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടില്ല. ആദ്യം ഈ 2 പോർഷനും കട്ട് ചെയ്തതിന് ശേഷം കണ്ടോ, ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ആ ഒരു യോക്ക് പാർട്ട് 1 ഇഞ്ചോളം അകത്തേക്ക് തള്ളി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് നിന്ന് അകത്തേക്ക് തള്ളി വെക്കണം. എന്നിട്ട് നമ്മൾ കണ്ടോ ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ച് നമ്മൾ അടിക്കാനായിട്ട് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വേണം
ഈ ഒരു യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ കറക്റ്റ് ആ ഒരു ഭാഗം എവിടെയാണോ വരുന്നത് അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ആ ഒരു ഭാഗത്ത്. അപ്പോൾ 1 ഇഞ്ചോളം ഇപ്പുറത്തോട്ട് അകത്തോട്ട് ആ ഒരു ലൈൻ വരും. അതുകൊണ്ടാണ് സ്ലീവിന് ലെങ്ത്ത് പിന്നെയും കുറയുമെന്ന് പറയുന്നത്. അപ്പോൾ 7.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, കറക്റ്റ് ഒരു 6.5 ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ. 1 ഇഞ്ചോളം ഇപ്പുറത്തോട്ട് തള്ളി വേണം നമുക്ക് ആ അളവ് വരുന്നത്. കാരണം യോക്ക് പോർഷൻ നമ്മൾ ഷോൾഡറിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണല്ലോ. ഷോൾഡറിൻ്റെ ആ ഭാഗം ഓപ്പണിംഗ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് കയറ്റി വെച്ചിട്ട് താഴ്ഭാഗത്ത് ആ ഒരു 7 ഇഞ്ച് വരുന്നത് എവിടെയാണോ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ച് മുകളിലോട്ട് തള്ളി വെച്ചിട്ട് ആ 7 ഇഞ്ച് കറക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈൻ യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അത് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു മെത്തേഡിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അളവ് നല്ല രീതിയിൽ വ്യത്യാസം വരും. കണ്ടോ, അപ്പോൾ ആ ഒരു 1 ഇഞ്ചോളം നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ലീവിൽ നമുക്ക് എക്സ്ട്രാ ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ കണ്ടോ, വേറൊരു ആ ഒരു കോൺട്രാസ്റ്റ് കളർ തന്നെ തുണിയെടുത്ത് നമുക്ക് സ്ലീവിൽ പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലീവിന് പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ 6.5 ഇഞ്ച് ലെങ്ത്ത് മതി, ചെറിയ സ്ലീവ് തന്നെ മതി. അതുകൊണ്ട് ഞാനൊരു പൈപ്പിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു മെത്തേഡിലാവും നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ വരാം. ആ ചെസ്റ്റിൻ്റെ ആ ഒരു ലൈൻ ഭാഗം അത് അങ്ങോട്ടേക്കും അതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ ഫ്രില്ല് വരും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ലേ എന്നൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു മോഡൽ ചിലപ്പോൾ ബാക്ക് നെക്കും ഇറക്കി തന്നെ കട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതും ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ പൈപ്പിംഗ് കൊടുക്കുമ്പോൾ ബാക്കിലും കൂടി പൈപ്പിംഗ് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് പൈപ്പിംഗ് കൊടുക്കുന്നത്. അതുപോലെ ബാക്ക് നെക്ക് കുറച്ച് കയറിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതെവിടെ ജോയിൻ വരുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വെക്കാം. എല്ലാ തുണിയിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, സ്ലീവിൻ്റെ ആ ഭാഗത്ത് ചെസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് അടിഭാഗത്തെ തുണി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് യോക്ക് പോർഷനിൽ ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് യോക്കിൻ്റെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പോലെ. അപ്പോൾ യോക്ക് ഭാഗത്ത് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടിയുള്ള തുണി നമ്മൾ 2 ഭാഗത്തോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ സെൻറ്ററിലൊരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുള്ള തുണി ഉപയോഗിച്ച് പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ആ റൗണ്ട് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് കൊടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ സെൻറ്ററിലെ ആ ഓപ്പണിങ്ങിൽ ഒരു തുണി ഇതുപോലെ മടക്കി ഇതുപോലെ കറക്റ്റായിട്ട് മുകൾ ഭാഗം മടക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് യോജിപ്പിച്ച് നമ്മൾ ആ ഒരു ഓപ്പണിങ് മറിക്കണം. അപ്പോൾ അവിടെ ഒരു ഡിസൈൻ പോലെ നമുക്ക് കിട്ടും. ആ ഒരു തുണി വെച്ച് ഇതുപോലെ മടക്കി വെച്ചിട്ട് മുകൾ ഭാഗം മടക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് അടിച്ചെടുത്ത് കൊണ്ടുവരാം. സ്ലീവിൻ്റെ ആ ഒരു എൻഡ് പോർഷനിലും നമ്മൾ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ ആ ഒരു ലൈനിങ് പോർഷനായിട്ട് കണ്ടോ, ഞാൻ അറ്റാച്ച് ചെയ്യുന്ന അടിഭാഗത്ത് മാത്രം ഒരുപോലെ അടിച്ചിട്ട് നല്ല ഭാഗത്തോട്ട് ഇതുപോലെ മറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിക്ക് അടിയിൽ നിന്നാണ് കേട്ടോ തുണി വെച്ച് കൊടുത്ത് അടിച്ച് വരുന്നത്, പുറത്തോട്ട് വെച്ചല്ല അടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി നെക്കിലും അതുപോലെ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ഭാഗമാണ്. അപ്പോൾ ബാക്കിലെ നെക്ക് പോർഷൻ ഫ്രണ്ടിലെ ആ ഒരു ഭാഗവുമായിട്ട് കറക്റ്റായിട്ട് ഷോൾഡർ ഒന്ന് വെച്ചെടുത്തൊന്ന് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാം.
രണ്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലോട്ട് മടക്കി ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് വരാം. കണ്ടോ, ആ ഒരു തുണി നമ്മൾ ആദ്യം ഇതുപോലെ നെക്കടിച്ച തുണി, അതിന് ശേഷം വേണം നമുക്ക് ആ നെക്ക് കറക്റ്റ് ആക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ ആ ഒരു അടിഭാഗത്തെ തുണി സ്ലീവുമായിട്ടൊന്ന് യോജിപ്പിക്കാം. 4 സൈഡും ആ സ്ലീവുമായിട്ട് യോജിപ്പിക്കാം. ആ ഒരു ചെരിച്ച് കട്ട് ചെയ്ത ആ ഒരു ഭാഗവും ആ സ്ലീവിൻ്റെ ആ ഒരു ഭാഗവുമായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ യോജിപ്പിക്കുക. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കാം. എന്നിട്ട് സ്ലീവ് കറക്റ്റായിട്ട് അടിയിലേക്ക് അടിച്ചു കൊണ്ടുവരിക. ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ പോയിൻറ്റും ആ ഷോൾഡറിൻ്റെ ഭാഗവും തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുക 2 സൈഡിലും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ആ ഒരു കട്ടിങ്ങിൽ മാത്രമുള്ളൊരു കൺഫ്യൂഷൻ, അത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു നൈറ്റി. കണ്ടോ, നമ്മൾ എന്ത് ഈസി ആയിട്ട് ചെയ്തെടുത്തേന്ന് നോക്കൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തു നിന്നാണ് തുണി വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഫ്രണ്ടിലോട്ട് ഇതിൻ്റെ അടിപ്പൊന്നും വരുന്നില്ല. നമ്മൾ അടിഭാഗത്ത് തന്നെ തുണി വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ കറക്റ്റ് എത്രയാണോ നമുക്ക് സ്ലീവ് റൗണ്ട്, ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി എൻ സ്റ്റൈൽ നൈറ്റിയുടെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഓണായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് അടി ഇതുപോലെ ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.